സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 5 മാസം മുൻപ് തന്നെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ വിതരണത്തിനെത്തി. 2017-2018 അധ്യയന വർഷത്തെ 2 കോടിയോളം പുസ്തകങ്ങളാണ് 4 ജില്ലകളിൽ ഇന്ന് വിതരണത്തിനെത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തമായി പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ ആവശ്യമായ പേപ്പർ വാങ്ങുന്നതിനുള്ള ചുമതല കൺട്രോളർ ഓഫ് സ്റ്റേഷനറിയിൽ നിന്നും KBPSന് നൽകിയതിനാൽ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത് വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് KBPS ചെയർമാൻ ടോമിൻ തച്ചങ്കരി പറഞ്ഞു. ഇനിയൊരിക്കലും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഈ മാതൃക തുടരുകയാണെങ്കിൽ, അതായത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു ഏജൻസി ഏൽപ്പിക്കുക, അവർ സോൾ റെസ്പോണ്ടൻറ്റ്. ഞങ്ങൾ ഡിലേ ആയാൽ ഞങ്ങൾക്ക് ഫൈൻ ചെയ്യണമെന്ന് വരെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട്. പണം ലേറ്റായിട്ട് തന്നാൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ആക്ടിവിറ്റിയെ കോംപ്ലിക്കേഷൻ ആക്കുന്ന ആ പരിപാടി മാറ്റിയിട്ട് ഈ ആക്ടിവിറ്റി അതുപോലെ തന്നെ തുടരുവാനാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കും ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഹൈസ്കൂൾ ക്ലാസുകളിലേക്കുള്ള വിതരണത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഏപ്രിൽ മധ്യത്തോടെ ഹൈസ്കൂൾ ക്ലാസുകളിലേക്കുള്ള പുസ്തക വിതരണം പൂർത്തീകരിക്കത്തക്ക വിധത്തിലാണ് KBPS വിതരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം KBPSന്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് പേപ്പർ വാങ്ങിയ 24.5 കോടി രൂപ സർക്കാർ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.